ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അപ്പം പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചിക്കൻ റോസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇവിടെ ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക്, ചുവന്ന മുളക്, കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇതെല്ലാം കൂടി ചിക്കനിൽ നന്നായി മാരിനേറ്റ് ചെയ്യണം. ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഉരുളി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ഇഞ്ചി ഇതിലേക്ക് ചേർക്കാം. ഇഞ്ചി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളുത്തുള്ളി കൂടി ചേർക്കാം. 2 പച്ചമുളക്, കുറച്ച് കൊച്ചുള്ളി, കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള കൂടി ചേർക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് മൂക്കണം. നന്നായി മൂത്ത് വരുമ്പം ഒരു തക്കാളിയും കൂടെ നമുക്ക് ചേർക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, മുളക് പൊടി, കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. മസാല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൽ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കാം. അല്പം വെള്ളവും ചേർത്ത് നമുക്കൊരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ വറ്റിയിട്ട് നല്ലൊരു ക്രീമി പരുവാവും. ചിക്കൻ്റെ ഗ്രേവിയൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അപ്പം പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചിക്കൻ റോസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.